അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ദർസുൽ ഖുർആനിൻ്റെ പ്രതിവാര ക്ലാസ്സിലാണ് നമ്മളുള്ളത്. എല്ലാ ബുധനാഴ്ചകളിലും വിശുദ്ധ ഖുർആനിലെ 2-3 ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ നമ്മൾ വർഷങ്ങളായി ആരംഭിച്ചിട്ടുള്ള ഒരു സംരംഭമാണ് ദർസുൽ ഖുർആൻ. മനുഷ്യരെ ഏറ്റവും നേരായതിലേക്ക് വഴി കാണിക്കുന്ന വിശുദ്ധ ഖുർആൻ അത് അവതരിക്കപ്പെട്ട മാസം എന്നുള്ള നിലക്ക് ഈ വിശുദ്ധ റമദാനിൽ ഈ സംരംഭത്തിൻ്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കുകയാണ്. എന്തൊക്കെയാണ് അള്ളാഹു മനുഷ്യരോട് പറയുന്നത്, കൽപ്പിക്കുന്നത്, എന്തൊക്കെയാണ് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് വർജിക്കണമെന്ന് അള്ളാഹു മനുഷ്യരോട് ആവശ്യപ്പെടുന്നത് തുടങ്ങിയവയാണല്ലോ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ ആയത്തുകളും നമ്മളോടാണ് എന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കേണ്ടവ പാലിക്കുവാനും വർജിക്കേണ്ടവ വർജിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആനിലെ 63-ാമത്തെ അധ്യായം സൂറത്തുൽ മുനാഫിഖൂൻ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രസ്തുത സൂറത്തിലെ ഏറ്റവും അവസാനത്തെ 2 ആയത്തുകൾ 10-11 ആയത്തുകളാണ് ഇന്ന് വിശദീകരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. ഇതാണ് 10-ാമത്തെ ആയത്ത്. കഴിഞ്ഞ ആയത്തുകളിൽ കപടവിശ്വാസികളെ സംബന്ധിച്ച പരാമർശങ്ങൾ അള്ളാഹു നടത്തുകയും അതിനുശേഷം 9-ാമത്തെ ആയത്തിൽ സത്യവിശ്വാസികൾക്ക് ചില ഉപദേശങ്ങൾ നൽകുകയും ചെയ്തത് നമ്മൾ വിശദീകരിച്ചു. ഇന്ന് വായിച്ച ആയത്തിലും സത്യവിശ്വാസികളോടായി അള്ളാഹു പറയുന്ന കാര്യങ്ങളാണ്. വഅൻഫിഖു മിമ്മ റസഖ്നാകും. വഅൻഫിഖു നിങ്ങൾ ചെലവഴിക്കുക. മിമ്മ റസഖ്ന നാം നൽകിയതിൽ നിന്ന്, കും നിങ്ങൾക്ക്, അപ്പൊ നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. പക്ഷെ ആ ചെലവഴിക്കുന്നത് എപ്പോഴായിരിക്കണം? മിൻ ഖബലി അൻ യഅ്തിയ അഹദകുമുൽ മൗത്ത്. നിങ്ങൾക്ക് മരണം വന്നെത്തുന്നതിന്റെ മുമ്പ് നിങ്ങൾ ചെലവഴിക്കണം. ഇതിവിടെ പറയുമ്പോൾ ഇതിന്റെ മുമ്പത്തെ ആയത്തുകളിൽ കപടവിശ്വാസികൾ അവരുടെ സമ്പത്ത് ചെലവഴിക്കുകയും അവരുടെ ഭൗതിക താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അവർ ഇസ്ലാമിനെ പ്രത്യക്ഷമായി അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ
അവർ തന്നെ ചില സന്ദർഭങ്ങളിൽ പ്രഖ്യാപിച്ച ഒരു കാര്യം ഖുർആൻ എടുത്തു പറയുകയുണ്ടായി. ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ല. തങ്ങൾക്കാണ് സ്വത്തുള്ളതെന്നും തങ്ങൾക്കാണ് അനുയായികളുള്ളതെന്നും അഹങ്കരിച്ചിരുന്ന മുനാഫിക്കുകൾ തങ്ങൾ സഹായിക്കാതിരുന്നാൽ പ്രവാചകനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും യാതൊരു രക്ഷയും ഉണ്ടാവുകയില്ല എന്ന് അവർ മനസ്സിലാക്കുകയും അവർ പരസ്പരം ഇങ്ങനെ പറയുകയും ചെയ്തു. ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ല. ദൈവദൂതന്റെ കൂടെയുള്ളവർക്ക് നിങ്ങളൊന്നും ചെലവഴിക്കരുത് എന്ന്. തങ്ങളുടെ അടുക്കലാണ് പണമെന്നും തങ്ങൾക്കാണ് പ്രതാപമെന്നും അവർ വിശ്വസിച്ചു. അവർ അങ്ങനെ മനസ്സിലാക്കി ധരിച്ചതുകൊണ്ട് തങ്ങളൊന്നും സഹായിക്കാതിരുന്നാൽ അവർ പ്രവാചകന്റെ അടുക്കൽ നിന്ന് പിന്തിരിഞ്ഞു പോകും എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ സമ്പത്ത് നൽകിയവൻ അള്ളാഹുവാണ് എന്നും ആ സമ്പത്ത് നൽകിയവൻ അള്ളാഹു ആയതുകൊണ്ട് അവന്റെ നിർദ്ദേശപ്രകാരം അവൻ ചെലവഴിക്കണമെന്നുള്ളതും മനുഷ്യരുടെ ബാധ്യതയാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അൻഫിഖൂ മിമ്മാ റസഖ്നാക്കും, മിക്ക സ്ഥലങ്ങളിലും വിശുദ്ധ ഖുർആൻ സമ്പത്തുമായി പറയുന്ന സ്ഥലത്ത് ശ്രദ്ധേയമായ ഒരു പരാമർശം എന്താ അറിയോ? നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് എന്നാണ് പറയുന്നത്. നിങ്ങൾ ചെലവഴിക്കുക എന്ന് പറഞ്ഞ് അള്ളാഹു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മിമ്മാ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. നമ്മൾക്കറിയാം, നമ്മളാരും നമ്മുടെ അടുക്കലുള്ള സമ്പത്ത് കുറച്ചാകട്ടെ കൂടുതലാകട്ടെ നമ്മൾ ജനിക്കുമ്പോൾ നമ്മളാരും കൊണ്ടുവന്നതല്ല, മറിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹം വഴി നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു ഇത്തരം വിഷയങ്ങൾ പരാമർശിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം മിമ്മാ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്ന ആ പ്രയോഗം ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം ദരിദ്രനായിരുന്ന, അതീവ ദാരിദ്ര്യത്തിലായിരുന്ന ഖാറൂൻ പിന്നീട് മുതലാളിയായി. അള്ളാഹു അയാൾക്ക് വലിയ സമ്പത്ത് നൽകി. പിന്നീട് ആ സമ്പത്തിനോടുള്ള ബാധ്യത നിർവഹിക്കാതെ ധിക്കാരിയായി ജീവിച്ച ഖാറൂനിന്റെ ചരിത്രം ഖുർആനിലുണ്ട്. അയാൾ പറഞ്ഞത് ഇതൊക്കെ ഞാൻ എൻ്റെ കഴിവുകൊണ്ട് സമ്പാദിച്ചതാണ് എന്നുള്ളതാണ്, ഇതിലാർക്കും പങ്കില്ല. അങ്ങനെ ധരിക്കുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന പലരും ഇന്നുമുണ്ട്. അവരോടുകൂടിയാണ് പടച്ചവൻ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അള്ളാഹു തന്നതാണ്, അള്ളാഹു നൽകിയതാണ്. അതിൽ നിന്നാണ് നിങ്ങളോട് ചെലവഴിക്കാൻ പറയുന്നത്. എത്രയോ ദരിദ്രരായ ആളുകൾ നിങ്ങൾക്ക് കൺമുന്നിലുണ്ടല്ലോ. അവരെ ദരിദ്രരാക്കിയവനും പടച്ചവൻ തന്നെയാണ്. അതൊക്കെ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് സമ്പത്ത് നൽകി? നിങ്ങൾ വലിയൊരു സമ്പത്തിന്റെ ഉടമയായത് എങ്ങനെ? അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയത് കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വഅൻഫിഖൂ മിമ്മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, സത്യവിശ്വാസികൾ കുറച്ചൊക്കെ നല്ലവരാണെങ്കിൽ തന്നെ, നമസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ അവരിൽ പല ആളുകളും സമ്പത്തിന്റെ കാര്യത്തിൽ, അത് ചെലവഴിക്കുന്ന വിഷയത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന വിഷയത്തിൽ പലപ്പോഴും അവർ പിന്നോക്കമായിരിക്കും. കാരണം ധനത്തെ അവൻ അത്രക്ക് സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നിസ്കരിക്കുന്ന പല സമ്പന്നരായ ആളുകളും, നോമ്പനുഷ്ഠിക്കുന്ന പല സമ്പന്നരായ ആളുകളും പലപ്പോഴും സക്കാത്തിന്റെയും ദാനധർമ്മങ്ങളുടെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന്റെയും വിഷയങ്ങളിൽ പലപ്പോഴും അവർ പിന്നിലായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വഅൻഫിഖൂ മിമ്മാ റസഖ്നാക്കും എന്ന് പറയുന്നത്. നിങ്ങൾ ചെലവഴിക്കുമ്പോൾ ആ ചെലവഴിക്കുന്നത് നിങ്ങളുടെ മരണത്തിന് മുമ്പായിരിക്കണം. മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. ഇത് പറയുമ്പോൾ പലപ്പോഴും തങ്ങളുടെ നല്ല കാലത്ത് യാതൊന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ, ഇനി ഈ ദുനിയാവിൽ എനിക്ക് യാതൊന്നും ആസ്വദിക്കാനില്ല, എൻ്റെ സമ്പത്ത് എനിക്ക് ആസ്വദിക്കാനോ എനിക്ക് ഉപകരിക്കപ്പെടുകയോ ചെയ്യുകയില്ല എന്ന ഒരു അവസ്ഥയിൽ, അഥവാ മരണം തൊണ്ടക്കുഴിയിലെത്തുന്ന സന്ദർഭത്തിൽ പലപ്പോഴും ഇനി എനിക്ക് എൻ്റെ സമ്പത്ത് ആവശ്യമില്ലല്ലോ എന്ന ധാരണയിൽ
അവനത് പലർക്കും ദാനമായി നൽകും, അല്ലെങ്കിൽ നൽകാൻ നിർദ്ദേശിക്കും. അള്ളാഹു പറയുന്നത്, നിങ്ങൾ ചെലവഴിക്കുന്നത് നിങ്ങളുടെ മരണത്തിന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരണശയ്യയിലാകുന്നതിന്റെ മുമ്പ് ചെലവഴിക്കണം. അങ്ങനെ ചെലവഴിക്കുന്നത് കൊണ്ടാണ് അത് യഥാർത്ഥത്തിലുള്ള പ്രതിഫലാർഹമായ ദാനങ്ങളും ധർമ്മങ്ങളുമാവുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, അയ്യു സദഖത്തി അഅ്ളം, വേറെ ചില റിപ്പോർട്ടുകളിൽ അയ്യു സദഖത്തി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ ദാനധർമ്മം ഏതാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ തസദ്ദഖ വ അൻത സഹീഹുൻ ഷഹീഹുൻ തഖ്ശ അൽ ഫഖറ വ തഅമുലുൽ ഗിന. എന്താ പ്രവാചകൻ പറഞ്ഞത് അറിയോ? നീ പിശുക്കനും ധനത്തിനോട് നിനക്ക് ആർത്തിയുമുള്ള ഒരു കാലമുണ്ടാകും. നിനക്ക് ആരോഗ്യമുള്ള, സമ്പത്തിനിയും കിട്ടിയാൽ എനിക്ക് ആവശ്യമുണ്ട് എന്ന മനസ്സുണ്ടാകുന്ന, ആർത്തി ഉണ്ടാകുന്ന ഒരു കാലം. അങ്ങനെയുള്ള സമയത്ത് നിന്റെ സമ്പത്തിൽ നിന്ന് നീ ചെലവഴിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിനക്ക് ആരോഗ്യമുണ്ട്, നിനക്ക് സമ്പത്തുണ്ട്, ആർക്കെങ്കിലും നൽകുന്നത് നിന്റെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന പിശുക്ക് എന്ന് പറയുന്ന സ്വഭാവം നിനക്കുണ്ട്. ഇനിയും കിട്ടിയാൽ തഅമുൽ ഗിന, ഇനിയും കിട്ടിയാൽ തിരക്കടില്ല എന്ന ഒരു മനസ്ഥിതിയിലാണ് താങ്കൾ. അങ്ങനെയുള്ള ഒരു കാലമുണ്ടല്ലോ, ആ കാലത്താണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത്. വലാ തുമഖിൽ ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, മരണം തൊണ്ടക്കുഴിയിൽ എത്തുന്ന സന്ദർഭം വരെ നീ ആ ദാനധർമ്മങ്ങളെ മാറ്റിവെക്കരുത്. പ്രവാചകൻ പറയാണ്, അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഫഖുൽത, അപ്പൊ നീ പറയും, ലി ഫുലാനിൻ കഥ വലി ഫുലാനിൻ കഥ, മരണശയ്യയിൽ കിടക്കുമ്പോ നീ പറയും, ഇന്നവന് എന്റെ സ്വത്തിൽ നിന്ന് ഇത്ര കൊടുക്കണം, ഇന്ന സ്ഥാപനത്തിന് എന്റെ സ്വത്തിൽ നിന്ന് ഇത്ര കൊടുക്കണം, ഇന്ന പള്ളിക്ക് എന്റെ ആ തെങ്ങും തോട്ടത്തിൽ നിന്ന് ഇത്ര കൊടുക്കണം എന്നൊക്കെ അവൻ പറയും. പക്ഷേ ഫഖദ് കാന ലി ഫുലാൻ, അപ്പോഴേക്കും അത് അവൻ്റേതായിട്ടുണ്ടാകും. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അറിയോ? നമുക്ക് നല്ല ആരോഗ്യം, ധനത്തോട് ആർത്തിയും പിശുക്കും ഒക്കെ മനസ്സിലുണ്ടാകുന്ന ആ നല്ല ഒരു വസന്തകാലം, ആ കാലത്ത് നിങ്ങൾ തൃപ്തിപ്പെട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദാനം. എനിക്ക് ദുന്യാവിൽ ആസ്വദിക്കാനൊന്നുമില്ല, ഈ മരണശയ്യയിൽ നിന്ന് എനിക്കിനി എഴുന്നേൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്ക് എന്റെ സ്വത്തിൽ നിന്ന് ഞാൻ ഇന്ന ആൾക്ക് കൊടുക്കുന്നു, ഇന്ന സ്ഥാപനത്തിന് കൊടുക്കുന്നു, അതുകൊണ്ട് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. നിങ്ങൾ ചെലവഴിക്കുമ്പോൾ ആ നിലക്ക് ചെലവഴിക്കണം എന്നതാണ് ഖുർആൻ പറയുന്നത്. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. അതിനുശേഷം പറഞ്ഞ എന്താ? ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. നിന്റെ മരണം നിന്റെ തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ നീ പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചവനെ എന്നെ ഒരു അവധി വരെ നീട്ടിത്തന്നിരുന്നെങ്കിൽ എന്തു ചെയ്യും? ഞാൻ ഫഅസ്സദ്ദഖ, ഞാൻ ദാനധർമ്മം കൊടുത്തുകൊള്ളാം, വഅകും മിനസ് സാലിഹീൻ, ഞാൻ സാലിഹീങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്യാം. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ കപടവിശ്വാസികൾ നേരത്തെ അവർ സ്വീകരിച്ചൊരു നിലപാടിന്, ആ നിലപാട് അവർ മരണസമയത്ത് അനുഭവിക്കുന്ന ഒരു കാര്യം പോലെയാണ്. സത്യനിഷേധികളും കപടവിശ്വാസികളുമായ ആളുകൾ അവര് ഈ ദുന്യാവിൽ അവരുടെ സമ്പത്തും ആസ്വദിച്ചുകൊണ്ട് യാതൊന്നും നല്ല മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ എല്ലാം പിശുക്ക് കാണിച്ച് നീക്കിവെച്ചിരുന്ന ആളുകൾ. അങ്ങനെയുള്ളവരൊക്കെ മരണസമയത്ത് ഇങ്ങനെ പറയും എന്നതാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. ഇതൊരു സ്ഥലത്തല്ല, പല സ്ഥലങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട്. സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു പറയുന്നു, ശിക്ഷ വരുന്ന ഒരു ദിവസത്തെപ്പറ്റി ജനങ്ങൾക്ക് താക്കീത് നൽകുക. ആ ശിക്ഷ വരുന്ന സന്ദർഭത്തെപ്പറ്റി ജനങ്ങൾക്ക് താക്കീത് നൽകുക. ഫയഖൂൽ, അപ്പോൾ അവൻ പറയും, ആ ശിക്ഷ വരുന്ന സന്ദർഭത്തിൽ ഫയഖൂലുല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ച ആളുകൾ ആ ശിക്ഷ നേരിൽ കാണുമ്പോൾ അവര് പറയും,
റബ്ബന അഖിർന ഇല അജലിൻ ഖരീബ്, പടച്ചവനെ ഒരു അവധി വരെ ഞങ്ങളെ നീട്ടിത്തരേണമേ. നുജിബു ദഅവതക, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകാം. വനത്തബിഉർ റുസുല, നിന്റെ ദൂതന്മാരെ ഞങ്ങൾ പിൻപറ്റുകയും ചെയ്തു കൊള്ളാം. പക്ഷെ അള്ളാഹു അവരോട് പറയുന്ന ഒരു മറുപടി എന്താ? അവലം തകൂനു അഖ്സംതും മിൻ ഖബിൽ മാലക്കും മിൻ സവാൽ. ഇതിന്റെ മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നപ്പോഴേ നിങ്ങൾ പറഞ്ഞെന്താ? ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകൂല, ഞങ്ങൾ എന്നും ഇവിടെ തന്നെ ആയിരിക്കും, അങ്ങനെ ഒരു പുനർജന്മം, ഒരു പരലോകം അതൊന്നും ഇല്ല എന്ന രൂപത്തിലാണ് നിങ്ങൾ സംസാരിച്ചിരുന്നത്. അത് നിങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞിരുന്നു ഈ ദിവസത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകിയപ്പോൾ. അപ്പോൾ യഥാർത്ഥത്തിൽ സത്യനിഷേധികളും കപടവിശ്വാസികളുടെ ഒക്കെ ഒരു അവസ്ഥ ഇതാണ്. ഖുർആൻ പറയാണ്, മരണവേളയിൽ മാത്രമല്ലട്ടോ ഇവരിത് പറയാ. മരണം ഇങ്ങനെ തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ ഈ ആളുകൾ പറയും, റബ്ബന ഞങ്ങളെ അല്പം ഒന്ന് നീട്ടിത്തന്നിരുന്നെങ്കിൽ ഞങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു കൊള്ളാം, ഞങ്ങൾ സൽക്കർമ്മകാരികൾ ഉൾപ്പെട്ടുകൊള്ളാം, ദാനധർമ്മങ്ങൾ ചെയ്തു കൊള്ളാം. പക്ഷേ അള്ളാഹു ആ ഒരവസ്ഥ സത്യനിഷേധികളെ കുറിച്ച് പറയുമ്പോൾ, കപടവിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ, ഇത് മരണവേളയിൽ മാത്രമല്ല യഥാർത്ഥത്തിൽ അവർ പറയുക എന്ന് ഖുർആനിന്റെ മറ്റു പല ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറിച്ച് ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിലും, അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിലും, അതേപോലെ തന്നെ നരകം നേരിൽ കാണുന്ന വേളയിലും അവിശ്വാസികൾ ഇങ്ങനെ പറയും, ഞങ്ങൾ ഒന്നുകൂടി ഈ ഭൂമിയിലേക്ക് നീ മടക്കി തരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു കൊള്ളാം, ഇങ്ങനെ ചെയ്തു കൊള്ളാം എന്നൊക്കെ. ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കുന്ന വേളകളിൽ അവർക്ക് തീരെ ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് അവർ പറയും, റബ്ബന ഞങ്ങളുടെ നാഥ, ഞങ്ങൾ ഈ ഉറക്കിൽ നിന്ന് ആരാണ് ഞങ്ങളെ വിളിച്ചു നിർത്തിയത്? ഖാലൂ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഖുർആൻ പറയുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ അവരാ നല്ല ഉറക്കുന്ന അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ് പരലോകത്തേക്ക്. അപ്പോഴും അവർക്ക് ഈ ദുഃഖവും സങ്കടങ്ങളൊക്കെയാണ്. ആരാ ഞങ്ങൾ എഴുന്നേൽപ്പിച്ചത്? ഞങ്ങൾ നല്ല ഉറക്കിലായിരുന്നല്ലോ. ഇനി പരലോകത്ത് വന്നു കഴിഞ്ഞാൽ, നരകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, റബ്ബന അഖ്രിജ്ന എന്നവർ പറയുന്ന, പടച്ചവനെ ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുവന്ന് ഒന്നുകൂടെ ഞങ്ങൾക്ക് ജീവിക്കാൻ അവസരം നൽകണേ എന്ന് സങ്കടത്തോടുകൂടി അവർ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന രംഗങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ, അനവധി സ്ഥലങ്ങളിലുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ദിവസത്തെയും ഈ ഉയർത്തെഴുന്നേൽപ്പിനെയും പരലോകത്തെയും അവിശ്വസിച്ചുകൊണ്ട് ഞങ്ങളിനി ദുന്യാവിൽ നിന്ന് വേറെ എങ്ങോട്ടും പോവുകയില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ചെലവഴിക്കേണ്ടതില്ല എന്ന നിലപാടെടുത്ത സത്യനിഷേധികളും കപടവിശ്വാസികളും അവരെ കുറിച്ചാണ്. പക്ഷേ മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ് ഖുർആൻ ഈ പറഞ്ഞത്, ഞങ്ങൾ അല്പം നീട്ടിയിട്ട് തരികയാണെങ്കിൽ. പക്ഷേ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് സൂറത്തുൽ മുഅ്മിനൂനിൽ. അവിടെയും അവർ പറയുന്നുണ്ട്, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹാ ഫീമാ തറക്തു. പടച്ചവനെ ഞങ്ങൾ അല്പം നീട്ടിയിട്ട് തരികയാണെങ്കിൽ, ഞങ്ങൾ വീഴ്ച വരുത്തിയതിൽ ഞങ്ങൾ അത് പരിഹരിച്ചു കൊള്ളാം, ഞങ്ങൾ വിട്ടുപോയത് ഞങ്ങൾ ചെയ്തു കൊള്ളാം, ഞങ്ങൾ ചെയ്യാതിരുന്നത് ഞങ്ങളെല്ലാം കൃത്യമായി ചെയ്തു കൊള്ളാം, എന്തു തന്നാൽ മതി, ഞങ്ങളെ ലബ്ബിലൗല അഖർത്തെ, ഞങ്ങളെ കുറച്ചൊന്നുണ്ട് ഒന്നുകൂടെ ദുന്യാവിലേക്ക് വിട്ടയച്ചാൽ മതി എന്നവർ അള്ളാഹുവിനോട് ആവശ്യപ്പെടും. പക്ഷെ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ടോട്ടലി ഒരു പൊതുവായിട്ടുള്ള മൊത്തത്തിലുള്ളൊരു മറുപടി എന്താ അറിയോ? കെല്ല, അങ്ങനെ വേണ്ട. ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, അതവൻ പറയുന്ന കേവലം ഒരു വാക്ക് മാത്രമാണ്. അതവൻ പറയുന്ന ഒരു വാക്കാണ്. എത്ര കാലം ഈ ദുന്യാവിൽ അവൻ ജീവിച്ചു, എത്ര ആളുകൾ അവനെ ഉപദേശിച്ചു, എത്ര താക്കീതുകൾ അവർ കേട്ടു, എന്നിട്ടൊന്നും സ്വീകരിക്കാതെ ധിക്കാരപൂർവം പിന്തിരിഞ്ഞു പോയ അവൻ തീർച്ചയായും കല്ലാ ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, അതവൻ പറയുന്ന ഒരു വെറും വാക്ക് മാത്രമാണ്. അല്ലാഹു പറയണേ, എന്ത് കൃത്യമായ മറുപടി. എന്നിട്ട് എന്താണ് അള്ളാഹു അവരോട് പറയുന്നത് അറിയോ? ഇനി അവർക്കൊരിക്കലും ഈ ദുന്യാവിലേക്ക് ഒരു മടക്കവും അവർക്കുണ്ടായിരിക്കുകയില്ല. കല്ലാ ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഇനി ഉയർത്തെഴുന്നേൽപ്പ് വരെ അവർക്ക് ബർസഖിയായ ജീവിതമാണ് ഉണ്ടാവുക.
ഈ ഒരു കാര്യം ഇത് സത്യനിഷേധികളോട് മാത്രമല്ലല്ലോ. ഇപ്പൊ പറഞ്ഞതൊക്കെ സത്യനിഷേധികളും കപടവിശ്വാസികളെ കുറിച്ചാണെങ്കിലും നമ്മളിപ്പോ ഇന്ന് വായിച്ച ആയത്തില് സത്യവിശ്വാസികളോടും അള്ളാഹു പറയുന്ന ഒരു കാര്യമാണ്. ഇത് മൊത്തത്തില് ഈ മരണസമയത്തുള്ള ഒരു ഖേദം, സങ്കടം അത് എല്ലാവർക്കും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്രകാരം ആ ഒരു ഖേദം സത്യവിശ്വാസികളിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയവരിലും അതുണ്ടാകും. കാരണം അപ്പോഴാണ് അവർക്ക് അങ്ങനെ ആ സമയം ഉപയോഗപ്പെടുത്താമായിരുന്നല്ലോ, അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലല്ലോ, ഇങ്ങനെയൊക്കെ എനിക്ക് അവസരം കിട്ടിയിട്ട്, എനിക്ക് ഒഴിവു സമയം കിട്ടിയിട്ട് ഞാനിത് വായിച്ചില്ലല്ലോ, പഠിച്ചില്ലല്ലോ, ചെയ്തില്ലല്ലോ, പ്രവർത്തിച്ചില്ലല്ലോ എന്ന് ആ സമയത്ത് അവൻ ചിന്തിക്കുകയും ആ സങ്കടം അവനുണ്ടാവുകയും ചെയ്യും എന്നതാണ് ഖുർആൻ പറയുന്നത്. അതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. അപ്പൊ എന്താ, റബ്ബിലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചോനെ എന്നെ ഒരു അവധി വരെ നീ നീട്ടിയിട്ട് തന്നിരുന്നെങ്കിൽ ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്തു കൊള്ളാം, ഞാൻ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ടുകൊള്ളാം എന്ന് മനുഷ്യൻ മരണവേളയിൽ വിലപിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, 10, 60, 70, 80 വയസ്സായിട്ട് മാത്രം ഹജ്ജ് ചെയ്യാൻ വരുന്ന ആളുകളുണ്ട്. അതുവരെ ആരോഗ്യവും അവൻ ഒഴിവു സമയവും അവനെല്ലാം കൃത്യമായി ചെയ്യാൻ കഴിയുന്നൊരു സമയത്ത് ആ കർമ്മ നിർവഹിക്കാൻ തയ്യാറാവാതെ ഇനി എനിക്ക് ദുനിയാവിൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എന്നൊരവസ്ഥയിലെത്തുമ്പോൾ മാത്രം ഹജ്ജിനും ഉംറക്കൊക്കെ വരുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ പാവങ്ങളെ സഹായിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ സദഖത്തുൻ ജാരിയ ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ദാനങ്ങളിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായത് നമ്മുടെ മനസ്സിനോ നമുക്ക് പിശുക്കും ധനത്തിനോട് ആർത്തിയും ആരോഗ്യവുമൊക്കെ ഉള്ള സമയത്ത് അത് നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തൊന്ന് ചെലവഴിച്ചാലും തീർച്ചയായും അത് അള്ളാഹു അറിയും. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പുണ്യം നേടാൻ കഴിയുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ലൻ തനാലൽ ബിർറ ഹത്താ തുൻഫിഖു, നിങ്ങൾ ചെലവഴിക്കുക, ആ ചെലവഴിക്കുന്നത് മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പുണ്യം നേടാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ഇനി ഒരാവശ്യമല്ല സമ്പത്തിനോട്. ആരോഗ്യം ക്ഷയിച്ചു, ഇനിയിപ്പോൾ ഭൂമിയിലേക്ക് കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ദാനധർമ്മത്തിന് ആ സമയം നീട്ടിവെക്കുന്നതിനേക്കാൾ നമുക്ക് ഈ സമയത്ത്, നല്ല സമയത്ത് ദാനധർമ്മങ്ങൾ കൊടുക്കുക, നൽകുക. ഇനി ഈ അധ്യായത്തിൽ ഏറ്റവും അവസാനത്തെ ആയത്ത് എന്താ അറിയോ? ഇങ്ങനെയുള്ള സത്യനിഷേധികളാണെങ്കിലും സത്യവിശ്വാസികളാണെങ്കിലും കപടവിശ്വാസികളാണെങ്കിലും ഈ മരണവേളയിലുള്ള ഈ സങ്കടങ്ങളുണ്ടല്ലോ, ഞങ്ങളെ ഭൂമിയിലേക്കൊന്ന് നീട്ടിത്തരികയാണെങ്കിൽ, ഒന്ന് മടക്കി തരികയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു കൊള്ളാം, ഇങ്ങനെ നിർവഹിച്ചു കൊള്ളാം. പക്ഷെ അതിനെല്ലാവർക്കുമായി അള്ളാഹു കൊടുക്കുന്ന ഒരു മറുപടി എന്താ അറിയോ? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ, ഒരു നഫ്സിനും ഒരാത്മാവിനും അള്ളാഹു ഒരാത്മാവിനെയും പിന്തിക്കുകയില്ല. ഇദാ ജാഅ അജലുഹ, അതിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ, ഒരാളുടെ മരണം കൃത്യമായ സമയത്ത് സംഭവിക്കും. അത് എത്തിക്കഴിഞ്ഞാൽ, അള്ളാഹു നിശ്ചയിച്ച ആ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും അതിനെ മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയോ? നമ്മുടെ ഈ അവധി എന്നാണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് എപ്പോഴും ആകാം, തൊട്ടടുത്ത നിമിഷമാകാം. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും നൽകാനുണ്ടോ, പ്രവർത്തിക്കാനുണ്ടോ, നല്ല മാർഗത്തിൽ ചെലവഴിക്കാനുണ്ടോ, അത് എപ്പോഴാണോ ആ പെട്ടെന്ന് തന്നെ ചെലവഴിക്കുക. കാരണം എന്താ അറിയോ? നമ്മൾ അത് പിന്നേക്ക് വെച്ചാൽ പിന്നെ നമ്മൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ മനുഷ്യന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതിനും അള്ളാഹു ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ ആ കൃത്യമായ സമയത്ത് മനുഷ്യരുടെ ആണെങ്കിൽ അവരുടെ മരണം സംഭവിക്കും, ഇതര വസ്തുക്കളാണെങ്കിൽ അവരുടെ നാശം സംഭവിക്കും. അത് ഖുർആൻ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഈ പ്രപഞ്ചത്തെ, അതിലുള്ളതിന് ആകാശഭൂമികളെ എല്ലാറ്റിനെയും മനുഷ്യരെയും എല്ലാം അള്ളാഹു സൃഷ്ടിച്ചത് രണ്ട് കാര്യങ്ങൾ. ആ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. രണ്ടാമത്തേത് അവക്ക് അവധിയുണ്ട് എന്നുള്ളതാണ്. ഖുർആൻ ആ രണ്ട് കാര്യങ്ങൾ സൂറത്തുൽ അഹ്ഖാഫിൽ ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്. മാ ഖലഖ്നസ് സമാവാതി വൽ അർള
വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ് വ അജലിൻ മുസമ്മാ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതും നാം സൃഷ്ടിച്ചത് ശരിയായ ഉദ്ദേശത്തോടു കൂടിയും നിർണിതമായ ഒരവധി വെച്ചുകൊണ്ടുമാണ്. അപ്പൊ എന്തിനാണ് ആകാശങ്ങൾ, എന്തിനാണ് ഭൂമി, അതേപോലെ തന്നെ അവക്കിടയിലുള്ള മനുഷ്യരും മനുഷ്യേതര ജന്തുജാലങ്ങളും എല്ലാം എന്തിനാന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിലൊക്കെ അള്ളാഹുവിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ഇനി ഇവക്കെല്ലാറ്റിനും നിർണിതമായ നിശ്ചിതമായ ഒരവധിയുണ്ട്. ആ അവധിക്ക് എല്ലാം അവസാനിക്കുകയും ചെയ്യും. സൂര്യൻ ഇല്ലാതാകും, ഭൂമി ഇല്ലാതാകും, പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങൾ ഇല്ലാതാകും, എല്ലാം മുതിർന്നു പോകും, സമുദ്രങ്ങൾ ഇല്ലാതാകും. അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകും. അതേപോലെ തന്നെ ഭൂമിയിലെ മനുഷ്യരും മനുഷ്യേതര ജന്തുജാലങ്ങളും എല്ലാം നശിക്കും. കുല്ലുമൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കും. അപ്പൊ എല്ലാറ്റിനും ഒരു അവധിയുണ്ട്. ആ അവധി ഒരിക്കലും അള്ളാഹു ഒരു നിമിഷം മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല എന്നതാണ്. അപ്പോ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം എന്താ അറിയോ? ഈ മരണം എന്ന് പറയുന്ന മരണസമയത്ത് എല്ലാ മനുഷ്യർക്കും, അത് വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും മുനാഫിക്കുകളാണെങ്കിലും നിരീശ്വരവാദികളാണെങ്കിലും എല്ലാവർക്കും ഖേദമുണ്ടാകും, സങ്കടമുണ്ടാകും. കാരണം നല്ലത് ചെയ്തില്ലല്ലോ, കൂടുതൽ ചെയ്യാമായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ ഉണ്ടാകും. അപ്പോഴാണ് അവർ പറയുക, ഞങ്ങളെ ഈ ഭൂമിയിലേക്കൊന്ന് മടക്കി തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. എന്നാൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് തൗഹീദ് പൂർണ്ണമായി ഉൾക്കൊണ്ട് 100% സത്യവിശ്വാസിയായി അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചും വർജിക്കേണ്ടവ തിരസ്കരിച്ചും ജീവിച്ച ഒരു സത്യവിശ്വാസി, ആ സത്യവിശ്വാസി യഥാർത്ഥത്തിൽ അവന് ഈ ഭൂമിയിലേക്ക് മടങ്ങാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഹാദിഹിൽ ആയത്തു അശദ്ദു അല അഹ്ലി തൗഹീദ്. തൗഹീദിന്റെ വക്താക്കൾക്ക് ഈ ആയത്ത് വലിയ കഠിനമായ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. കാരണം ലിഅന്നഹു ലാ യതമന്ന റുജൂഅ ഫി ദുനിയ അവ തഖീറ ഫീഹ. ഈ ദുനിയാവിൽ നിന്ന് അവൻ എന്ത് ചെയ്യുന്നു? അവൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ദുനിയാവിൽ നിന്ന് തന്റെ റബ്ബിങ്കലേക്ക് മടങ്ങിപ്പോകാൻ അവൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല ഔ തഖീറ ഫീഹ, ഈ മരണത്തെ പിന്തിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ആ സമയത്ത് തന്നെ മരിക്കണം, എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്റെ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകണം. കാരണം എന്താ? ലഹു ഇൻദല്ലാഹി ഖൈറും മിനൽ ആഖിറ, അവന് ഖൈറും ഫിൽ ആഖിറ, അവന് പരലോകത്ത് ഈ ദുനിയാവിൽ ലഭിച്ചതിനേക്കാൾ ഉത്തമമായത് അവൻ ആ പരലോകത്ത് അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവ യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസികള് അവര് മരണസമയത്ത് അവർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഉണ്ടാവൂല എന്നാ പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവർക്ക് ദുനിയാവിലേക്ക് മടങ്ങാൻ ആഗ്രഹം ഉണ്ടാവില്ല. അവർക്ക് ആഗ്രഹം എന്താ? അവങ്ങളെ കൃത്യം മരണം പോലും പിന്തിക്കാതിരുന്നെങ്കിൽ എന്നവരുടെ മനസ്സ് ആഗ്രഹിക്കും എന്നാണ്. കാരണം അവർക്ക് അവരുടെ റബ്ബിലേക്ക് എത്രയും പെട്ടെന്ന് ചെല്ലണം. ദുനിയാവിൽ ജീവിച്ചതൊക്കെ മതി. ഇനി അള്ളാഹുവിന്റെ അടുക്കൽ അവൻ ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുന്ന ആ ഉത്തമമായ ആ കാര്യങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനും തങ്ങളുടെ രക്ഷിതാവിനെ നേരിൽ കാണാനും ആഗ്രഹിക്കുന്നവരാണ് അവര്. അതുകൊണ്ട് തന്നെ മരണസമയത്ത് ഈ ഖേദപ്രകടനം അവർക്കുണ്ടാവുകയില്ല എന്നും അവർക്ക് എത്രയും പെട്ടെന്ന് വേറെ ഒന്നും അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് അള്ളാഹുവിലേക്ക് എത്തണം എന്നതായിരിക്കും അവരുടെ ആഗ്രഹം. അങ്ങനെ മരണസമയത്ത് എത്രയും പെട്ടെന്ന് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ സമ്പാദ്യങ്ങൾ, പരലോകത്തേക്ക് വേണ്ടിയുള്ള സമ്പാദ്യങ്ങൾ അത് വളരെ മികച്ചതായിരിക്കണം. ആ രൂപത്തിൽ മരണപ്പെടാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ അടുക്കൽ നമുക്ക് അള്ളാഹു തയ്യാറാക്കി വച്ചതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുക, ക്രമീകരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇതിനു മുകളിലുള്ള മറ്റൊരു അധ്യായം നമുക്ക് ആരംഭിക്കാം. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.